students, so in continuation with yesterday's class, we are going to learn the consolidation procedures. That is, what all steps to be taken before or while making consolidated financial statement. So the notes I have already sent to you. You have to go through and അതടുത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഈ ക്ലാസ്സും കൂടി കേൾക്കുക, എന്നാലാണ് ക്ലിയർ ആവാം. ഓക്കെ. Now consolidation procedures, first of all, this is according to Ind AS 110 അല്ലെങ്കിൽ IFRS 10. Okay, this is like IFRS 10, according to which we are preparing consolidated financial statement. So first thing, what they are giving mentioning is that the items, you have to combine the items of assets, liabilities, okay, equity, income and expenses of both parent and subsidiary. Okay, you have to come while preparing consolidated financial statement. Okay, what you have to do, first thing you have to take care that you have to combine the 5 elements. What are those 5 elements of financial statements? Assets, liabilities, equity, income and expenses of both parent company and the subsidiary company while preparing consolidated financial statement. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സപ്പോസ് പാരന്റ് കമ്പനിക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി 7 lakh ഉണ്ട്. ഓക്കെ, സബ്സിഡറിക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞാൽ 3 lakh ആണ്. സോ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? പ്ലാന്റ് ആൻഡ് മെഷീനറി 10 lakh എഴുതും. എങ്ങനെയാണ് 10 lakh കിട്ടിയത്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ്. സോ ഇങ്ങനെ ഓരോ ഐറ്റവും, ഈ എലമെൻസിലെ ഓരോ ഐറ്റവും ഇങ്ങനെ കമ്പൈൻ ചെയ്ത് എഴുതണം കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ബട്ട് ആഫ്റ്റർ മേക്കിംഗ് സം അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ചില കാര്യത്തിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഇതിൽ ചെയ്യാണ്ട് ആ കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രൊസീജിയേഴ്സായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് ഓരോരോ പ്രൊസീജിയറും ഞാനിവിടെ എഴുതും, അതിൻ്റെ എക്സ്പ്ലനേഷൻ തരും. ഓക്കെ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്രൊസീജിയർ ഞാൻ എഴുതാൻ പോവാണ്. ഫസ്റ്റ് പ്രൊസീജിയർ ഇസ് offset, okay, or eliminate the carrying amount of parents investment in each subsidiary. അതാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, offset or eliminate the parents portion of equity. Equity പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റലാണ് ഉദ്ദേശിക്കുന്നത്. equity of each subsidiary. അപ്പം ഇത് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, പാരന്റ് കമ്പനിക്കും സബ്സിഡിയറി കമ്പനിക്കും ബാലൻസ് ഷീറ്റ് ഉണ്ട് അല്ലേ? അവർ രണ്ടാളും വേറെ വേറെ പ്രവർത്തിക്കുന്നവരാണ്. ദേ ആർ വർക്കിംഗ് ഡിഫറെൻറ്റ് ആസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. സോ ദേ വിൽ ഹാവ് ഡിഫറെൻറ്റ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത്? ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ കറണ്ട് അസറ്റ്സും ഉണ്ട്. ഇവിടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്. ലയബിലിറ്റീസിൽ ലോങ് ടേമും ഷോർട്ട് ടേമും ഒക്കെ വരും. അതേപോലെ എസ് ലിമിറ്റഡിനും എന്തൊക്കെയുണ്ട്? ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, കറണ്ട് അസറ്റ്സ് ഉണ്ട്. ഓക്കെ, അതേപോലെ ഇവിടെയും എന്ത് വരും? ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് ആൻഡ് ലയബിലിറ്റീസ്. ഒരുമിച്ച് എഴുതാണ് ലയബിലിറ്റീസ്. ഇങ്ങനെയുണ്ട്. സോ ഈ 2 പോയിന്റിൽ എന്താ പറയുന്നത് വെച്ചാൽ, സപ്പോസ് ഫോർ എക്സാമ്പിൾ പി ലിമിറ്റഡ് ഈസ് ഹോൾഡിംഗ് 80% ഓഫ് ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ്. ഇതാണ് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത്. പി ലിമിറ്റഡ് ഈസ് ഹോൾഡിംഗ് 80% ഓഫ് ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പി ലിമിറ്റഡിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ
ഇൻവെസ്റ്റ്മെൻറ്റിൽ ആരുണ്ട്? 80% എസ് ലിമിറ്റഡിൻ്റെതാണ്. ഓക്കെ, അതേപോലെ തന്നെ തുല്യമായ എമൗണ്ട് ഇവിടെ ഷെയർ ക്യാപിറ്റൽ, ഇവരുടെ എസ് ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എസ് ലിമിറ്റഡിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആരാണ്? പി ലിമിറ്റഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് എസ് ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റലിലും ആരുണ്ട്? 80% ആരെടുക്കുന്നു? ആരുടെ ഷെയർസാണ്? പി ലിമിറ്റഡിൻ്റെ ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 80% പോർഷൻ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാം. ഓക്കെ, പുറമേയുള്ള വേറെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉള്ളത് എടുക്കാം. 80% പോർഷനും ഈ ഷെയർ ക്യാപിറ്റലിൻ്റെ 80% അതേ തുല്യമായ 80% പോർഷനും രണ്ടും നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. വി ഹാവ് ടു എലിമിനേറ്റ് ദാറ്റ്. ഈ 2 പോയിന്റിലും അതാ പറഞ്ഞിട്ടില്ലേ, ഓഫ്സെറ്റ് ഓർ എലിമിനേറ്റ് ദ ക്യാരിയിങ് എമൗണ്ട്. ക്യാരിയിങ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് അറ്റ് വിച്ച് ഫിനാൻഷ്യൽ ഐറ്റംസ് ആർ ഷോൺ ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ ഈ ക്യാരിയിങ് എമൗണ്ട് പാരൻറ്റ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും അതേപോലെ തുല്യമായത് എവിടെയും കൂടി ഉണ്ടാവും? നമ്മുടെ എസ് ലിമിറ്റഡ് സബ്സിഡറി കമ്പനിയിൽ അതിൻ്റെ ഷെയർ ക്യാപിറ്റലിൽ ആരായിരിക്കും? പി ലിമിറ്റഡ് ആയിരിക്കുമല്ലോ. പി ലിമിറ്റഡിൻ്റെ എല്ലാ 80% ആരാണ് ഹോൾഡ് ചെയ്യണേ? സോറി, എസ് ലിമിറ്റഡിൻ്റെ 80% ആരാണ് ഹോൾഡ് ചെയ്യണേ? പി ലിമിറ്റഡ് ആണല്ലേ. അപ്പോൾ ഈ തുല്യമായ എമൗണ്ട്, ഇതും ഇതിലത്തെ തുല്യമായ എമൗണ്ടും 80% ഞാൻ എഴുതിയത് ഈ തുല്യമായ എമൗണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഇതും ഇതിലത്തെ തുല്യമായ ഇത് രണ്ടും നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കുമ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, എലിമിനേറ്റ് ചെയ്ത് കാണിക്കണം. സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എസ് ലിമിറ്റഡിൽ സപ്പോസ് 2 lakh ഉണ്ട്. ഓക്കെ, അതേപോലെ ഔട്ട്സൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh ആണ് അല്ലേ. ഇങ്ങനെയാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കിടക്കുന്നത്. അതേപോലെ ഇവിടെ ഷെയർ ക്യാപിറ്റലിൽ ഞാൻ ഷെയർ ക്യാപിറ്റൽ മാത്രമേ ഇതാണ്. ഷെയർ ക്യാപിറ്റലിൽ 2 lakh ആരുടേതാണ്? പി ലിമിറ്റഡിൻ്റേതാണ്. ബാക്കി എത്രയാണ്? ചിലപ്പോൾ 3 lakh വേണ്ട, ബാക്കി 50,000 NCIൻ്റെയാണ്. ആരാണ് NCI? ഔട്ട്സൈഡേഴ്സിനെയാണ്. അപ്പോൾ നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ 2 lakh എന്താക്കണം? എലിമിനേറ്റ് ആക്കണം. അതേപോലെ ഈ 2 lakh എലിമിനേറ്റ് ആക്കണം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ നൗ. 2 lakhൻ്റെ 2 lakh ആണല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളത്. പി കമ്പനിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് 2 lakh ഉണ്ട്. അതേപോലെ എസ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൽ ആരാണ്? എസ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ഭൂരിഭാഗം ഷെയർസും ആരാണ് ഹോൾഡ് ചെയ്യണേ? പി കമ്പനിയാണ് ഹോൾഡ് ചെയ്യണേ. അപ്പോൾ പി കമ്പനിയുടെ ഈ 2 ലക്ഷം എന്നുള്ളത് പി കമ്പനിയുടെ ഷെയർസാണ്. അപ്പോൾ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് ടേക്ക് ഓവർ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണ്ട? നമ്മൾ ഇവരുടെയും ഈ തുല്യമായ ഈ പോർഷനും രണ്ടും എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. ഓക്കെ, കാരണം എന്താണ്? പി ലിമിറ്റഡിൻ്റെ എന്താ പറയുക, ഇത് ഈ ഒരു ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കമ്പനിയായിട്ട് കൺസിഡർ ചെയ്യണോണ്ട് ഈ ഐറ്റംസ് 2 എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് 2 points ഇങ്ങനെയാണ്. നൗ ദ സെക്കൻഡ് തിങ്, രണ്ടാമത്തേത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് മനസ്സിലായല്ലോ. പാരൻറ്റ് കമ്പനിയിൽ ഉള്ള സബ്സിഡറിയുടെ പോർഷനും ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള സബ്സിഡറിയുടെ പോർഷനും സബ്സിഡറി കമ്പനിയിൽ പാരൻറ്റിൻ്റെ ഷെയർ ക്യാപിറ്റലിൻ്റെ പോർഷനും രണ്ടും എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി തേർഡ് എന്താണെന്ന് നോക്കാം. Third one, adjust the non-controlling interest in the net income. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. മൂന്നാമത്തത് ഇനി നമ്മൾ ചെയ്യേണ്ടത് NCIൻ്റെ കാൽക്കുലേഷനാണ്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ NCIൻ്റെ കാൽക്കുലേഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ NCIൻ്റെ കാൽക്കുലേഷൻ, നമ്മൾ NCIൻ്റെ കാൽക്കുലേഷൻ എന്താ കണ്ടിട്ടില്ലേ? ആദ്യം NCIൻ്റെ പെർസെൻറ്റേജ് കാണും അല്ലേ? NCIൻ്റെ പോർഷൻ എത്രയാണ്? ഇപ്പോൾ നേരത്തെ കേസിലാണെങ്കിൽ പി ലിമിറ്റഡ് ഹോൾഡിംഗ്
80% shares of S Limited എന്ന് പറഞ്ഞാൽ NCIയുടെ പോർഷൻ എത്രയാണ് 20% ഓഫ് നെറ്റ് അസെറ്റ്സ്. നെറ്റ് അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈതർ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? അസെറ്റ് മൈനസ് ലയബിലിറ്റീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം അത് കണ്ടു. ഇതിൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ ലോസ് ഡിഡക്ട് ചെയ്യുക. ഓക്കെ, പ്ലസ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്നുള്ളതും കാണാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ എന്ത് വരും? ടോട്ടൽ NCI നമുക്ക് കിട്ടും. ഈ ടോട്ടൽ NCI നമ്മൾ എവിടെ കാണിക്കണം? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ലയബിലിറ്റി സൈഡിൽ സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് കാണിക്കണം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ തേർഡും ഫോർത്തും പ്രൊസീജിയേഴ്സ് ഒരുമിച്ച് പറഞ്ഞു. ഒരു സെക്കൻഡ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ നോട്ട്സ് തന്നെ എടുത്ത് വായിക്കണതാണ്, അതിനനുസരിച്ച് പറയാമല്ലോ കരുതിയിട്ടാണ്. ഓക്കെ, സോ third point ആയിട്ട് പറഞ്ഞത് എന്താണ്? അഡ്ജസ്റ്റ് ദ NCI ഇൻ ദ നെറ്റ് ഇൻകം ഓഫ് സബ്സിഡറീസ് ടു ഡിറ്റർമിൻ ദ നെറ്റ് ഇൻകം attributable to shareholders of the parent, determine the net NCI in the net assets of the subsidiaries, then calculate എന്താ പറയുക, എന്നിട്ട് നമ്മൾ എങ്ങനെ കാണിക്കണം? NCI ശരിക്കും പറഞ്ഞാൽ എങ്ങനെ കാണിക്കണം? ലയബിലിറ്റി സൈഡിൽ നമ്മൾ സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് കാണിക്കണം. ഇനി എന്താ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പനി അക്വയർ ചെയ്യണ അന്ന് വരെയുള്ള പ്രോഫിറ്റിനെ എന്ത് വിളിക്കുന്നു? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഓക്കെ, ആഫ്റ്റർ ദ അക്വിസിഷൻ എസ് ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റിനെ എന്ത് വിളിക്കുന്നു? നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ NCIൻ്റെ കാൽക്കുലേഷനിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലും NCIൻ്റെ പ്രപ്പോർഷൻ, ഈ കേസിലാണെങ്കിൽ NCIൻ്റെ പ്രപ്പോർഷൻ എത്രയായിരിക്കും? 20% ആയിരിക്കും. ഈ 20% ഈ ആഡ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ NCI കാണും. ഈ ടോട്ടൽ NCI എവിടെയാണ് നമ്മൾ കാണിക്കേണ്ടത്? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കണം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇന്നലത്തെ പറഞ്ഞ കാര്യം ഇവിടെ ഞാൻ ലിങ്ക് ചെയ്തതാണ്. കാൽക്കുലേഷൻ ഓഫ് NCI നമ്മൾ പഠിച്ചു. NCIനെ എങ്ങനെയാണ് 20% ഓഫ് നെറ്റ് അസെറ്റ്സ് കാണേണ്ട കാര്യം നമ്മൾ പഠിച്ചു. എന്നിട്ട് നമ്മൾ പഠിച്ചു, ഇന്നലെ നമ്മൾ പഠിച്ചു, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിലും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിലും NCIൻ്റെ പോർഷനും കൂടി ആഡ് ചെയ്താലേ നമുക്ക് ടോട്ടൽ NCI കിട്ടുകയുള്ളൂ. ആ ടോട്ടൽ NCI എവിടെ കാണിക്കണം? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലയബിലിറ്റി സൈഡിൽ സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് കാണിക്കണം. ഓക്കെ, നൗ ദ തേർഡ് തിങ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? പാരൻറ്റിൻ്റെ പോർഷനിലുള്ള എസ് ലിമിറ്റഡിലെ ഇൻവെസ്റ്റ്മെൻറ്റിനെയും അതേപോലെ തുല്യമായ സബ്സിഡറി ലിമിറ്റഡിലുള്ള ഷെയർ ക്യാപിറ്റലിനെയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. രണ്ടാമത് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? NCI കാൽക്കുലേറ്റ് ചെയ്യാൻ. ടോട്ടൽ NCI കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ NCI എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആദ്യം നെറ്റ് അസെറ്റ്സിലുള്ള അവരുടെ പങ്കെടുക്കണം, NCIൻ്റെ പങ്കെടുക്കണം. പിന്നെ പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനും പ്രോഫിറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കൂടിയും പ്രപ്പോർഷനേറ്റ് എടുക്കണം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ടോട്ടൽ NCI കാണാം. ഇനി മൂന്നാമത്തെ കാര്യം, പിന്നത്തെ കാര്യം എന്തായിരിക്കും? ഇവിടെ നിങ്ങൾക്ക് അനുസരിച്ച് ഇതിൽ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് അനുസരിച്ച് 5th പോയിന്റ്, കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ or gain from bargain purchase. ഓക്കെ, ഇനി ഗുഡ് വിൽ എങ്ങനെയാണ് കാണാം? നമ്മളുടെ എങ്ങനെ 100% ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? കൺസിഡറേഷൻ മൈനസ് നെറ്റ് അസെറ്റ്സ് എക്വയർഡ്.
നെറ്റ് അസെറ്റ് അക്വയർഡ്. ഓക്കെ, പാർഷ്യൽ ആണെങ്കിലോ, പാർഷ്യൽ ഹോൾഡിംഗ് ആണെങ്കിലോ എങ്ങനെയാണ് നമ്മൾ കാണുക? കൺസിഡറേഷൻ പ്ലസ് NCI മൈനസ് നെറ്റ് അസെറ്റ്സ് അക്വയർഡ്. ഓക്കെ, ഇനി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്സും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്സും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ കാണുക? കൺസിഡറേഷൻ ലെസ് എന്തൊക്കെയാ? പെയ്ഡ് അപ്പ്, ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ ഇടാണ്, പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ്, അതാണ് നെറ്റ് അസെറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്ലസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, ആരുടെ പോർഷനോ? പാരന്റ് കമ്പനീസ് പോർഷൻ. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇതിൽ നിന്ന് കുറയ്ക്കാം, കൺസിഡറേഷനിൽ നിന്ന് കുറയ്ക്കാം. ഒന്നുകൂടി പറയാം, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 3 സിറ്റുവേഷൻ പറഞ്ഞു. ഒന്ന് 100% ഹോൾഡിംഗ് ഉണ്ട് എന്ന് വിചാരിക്കും, വേറെ പ്രീ അക്വിസിഷൻ പോസ്റ്റ് അക്വിസിഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാ നമ്മൾ കൺസിഡറേഷൻ മൈനസ് നെറ്റ് അസെറ്റ് അക്വയർഡ് കണ്ടുവെക്കാറുണ്ട്. ഇനി ഇങ്ങനെയല്ല പറയുന്നത്, പാർഷ്യൽ ഹോൾഡിംഗ് ആണ്, 80-20 എന്നുള്ള റേഷ്യോയിലാണെങ്കിൽ കൺസിഡറേഷൻ പ്ലസ് NCI മൈനസ് നെറ്റ് അസെറ്റ് അക്വയർഡ്. നമ്മൾ പഠിച്ചു, നമ്മൾ പ്രോബ്ലം ചെയ്തു. ഓക്കെ, ഇനി തേർഡ് കേസ് എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്സും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്സും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഗുഡ് വില്ല് കാണാൻ, ഗുഡ് വില്ലോ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസോ ഏതെങ്കിലും കാണാൻ എന്ത് ചെയ്യണം? കൺസിഡറേഷൻ അതിൽ നിന്ന് ലെസ് ചെയ്യുക. എന്താ ലെസ് ചെയ്യേണ്ടത്? ഈ രണ്ടിൻ്റെയും ടോട്ടൽ ലെസ് ചെയ്യുക. എന്താണ് ടോട്ടൽ? പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ്, പാരന്റിന്റെ പോർഷനുള്ള പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ്, പാരന്റിന്റെ പോർഷൻ ആണ് ഇവിടെ എടുക്കേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കാം. പ്ലസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് മാത്രം എടുക്കാം, പോസ്റ്റ് അക്വിസിഷൻ എടുക്കണ്ട. അപ്പോൾ അതും കൂടി എടുത്തു കഴിഞ്ഞാൽ, അതും പാരന്റിന്റെ പോർഷൻ മാത്രം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഗുഡ് വില്ല് അല്ലെങ്കിൽ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് കിട്ടും. ഇത് കുറച്ചും കൂടി ക്ലിയർ ആവും നമ്മൾ പ്രോബ്ലംസ് ലൈവായിട്ട് ചെയ്തു തുടങ്ങിയാൽ. ഓക്കെ, അത്രയേ ഉള്ളൂ. കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്സും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തിങ്. ഇനി വാട്ട് ഈസ് ദ നെക്സ്റ്റ്? പിന്നത്തെ പോയിന്റ്, eliminate all intra-group assets and liabilities and transactions and the resulting unrealized profit. Intra-group transactions. ഓക്കെ, എലിമിനേറ്റ് ചെയ്യണം. അപ്പം അതെന്താണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതും കൂടി കഴിഞ്ഞു. ഓക്കെ, ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ എന്തൊക്കെ വരും? പാരന്റും വരും പ്ലസ് സബ്സിഡിയറി എത്ര എണ്ണം വേണമെങ്കിലും വരാം, S2 S3 പറഞ്ഞിട്ട് ഇതിനെ എല്ലാത്തിനെയും കൂടിയിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, I hope there is no confusion in this regard. Okay, now what we have to do is, ഈ ഗ്രൂപ്പ് കമ്പനീസ് തമ്മിൽ എന്ത് നടത്തിയിട്ടുണ്ടാവും? ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടാവും. സപ്പോസ് P കമ്പനി ഗുഡ്സ് സെൽ ചെയ്തു, ആർക്ക്? S ലിമിറ്റഡിന് സെൽ ചെയ്തു. അപ്പോൾ P കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ശ്രദ്ധിക്കണേ, P company sold goods to S Limited. Okay, so in the balance sheet of P company, debtors ആരും കൂടി ഉണ്ടാവും? S Limited കൂടി ഉണ്ടാവും. അതേപോലെ S Limitedന്റെ ബാലൻസ് ഷീറ്റിൽ എന്തുണ്ടാവും? ക്രെഡിറ്റേഴ്സ് ആയിട്ട് ആരുണ്ട്? P Limited ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഇവിടെ 5,000 ആണല്ലേ, അതേപോലെ ഇവിടെ 10,000 ആണെന്ന് വിചാരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 5,000 P ലിമിറ്റഡിൻ്റെതും ഓക്കെ 10,000 പുറമേ ഉള്ളവരുടേതും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ 5,000 എന്നുള്ളത് നമ്മൾ ഇതിലുള്ള 5,000 നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻട്രാ ഗ്രൂപ്പ്സ് ട്രാൻസാക്ഷൻസ് റൈസ് ചെയ്യുമ്പോൾ രണ്ടിലും നമ്മൾ ഇഫക്റ്റ് കാണിക്കുമല്ലോ, സാധാരണ ഇൻഡിവിജ്വൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കുമല്ലോ. അപ്പോൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ
you have to eliminate the effect of those transactions held between these companies after consolidation. So in this regard, എന്താണ് ഇവിടെ ഉള്ള P company sold goods to S company. So obviously P ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിലെ S ലിമിറ്റഡ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അതേപോലെ എസ് ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റിൽ പി ലിമിറ്റഡ് ഉണ്ടാവും, ക്രെഡിറ്റേഴ്സ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ഏത് പോർഷൻ ആണുള്ളതെന്ന് വെച്ചാൽ ആ പോർഷൻ മാത്രം എടുത്തിട്ട് അത് എലിമിനേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. പ്രോബ്ലം ചെയ്യുമ്പോൾ വീണ്ടും ക്ലിയർ ആവും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി. അപ്പം ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താണ്. പി ലിമിറ്റഡ് sold goods to S limited. ഓക്കെ, അപ്പം നമ്മൾ ഡെറ്റേഴ്സ് ക്രെഡിറ്റേഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു തീർന്നു. ഇനി അപ്പം എസ് ലിമിറ്റഡിൻ്റെ സ്റ്റോക്കിൽ അൺസോൾഡ് ഐറ്റംസ് ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം, അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. പി ലിമിറ്റഡ് എസ് ലിമിറ്റഡിന് ഗുഡ്സ് വിറ്റു. അപ്പോൾ ഗുഡ്സ് വിൽക്കുമ്പോൾ എങ്ങനെയാണ് വിൽക്കുക നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് മാർജിനും കൂടി കൂട്ടിയിട്ടാണ് വിൽക്കുക അല്ലേ. 100 + 10 rupees പ്രോഫിറ്റ് മാർജിനും കൂട്ടിയിട്ട് 110 പി ലിമിറ്റഡ് എസ് ലിമിറ്റഡിന് വിറ്റ്. അന്ന് എന്തല്ലായിരുന്നു, കൺസോളിഡേഷൻ കഴിഞ്ഞില്ലായിരുന്നു, കൺസോളിഡേഷൻ അല്ല അക്വിസിഷൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അന്നാണ് ഇത് സംഭവിച്ച കാര്യം. ഇനി എന്താണ്, എസ് ലിമിറ്റഡിൽ പി ലിമിറ്റഡ് എസ് ലിമിറ്റഡിൽ ഇങ്ങനെ പ്രോഫിറ്റ് മാർജിനിൽ വിറ്റത് കൊണ്ട് തന്നെ ഈ എസ് ലിമിറ്റഡിൻ്റെ സ്റ്റോക്കിൽ ഈ അൺസോൾഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ, അതായത് വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, വിറ്റ് പോവാത്ത ഇവർ കൊടുത്ത ഗുഡ്സ് വിറ്റ് പോവാതെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്സ് കണ്ടിട്ട്, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാക്കി തരാം, കൂടുതൽ നന്നായിട്ട് മനസ്സിലാവും. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കണ്ടിട്ട് അത് ആ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് സ്റ്റോക്കിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. എസ് ലിമിറ്റഡിൻ്റെ സ്റ്റോക്കിൽ നിന്ന് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഡിഡക്റ്റ് ചെയ്യണം. സോ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഒന്നും കൂടി പറയാം. ആദ്യത്തെ കേസ് ഡെറ്റേഴ്സ് ക്രെഡിറ്റേഴ്സ്, അത് ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെ കേസ് പറയുന്നത് പി ലിമിറ്റഡ് എസ് ലിമിറ്റഡിന് ഗുഡ്സ് വിറ്റിട്ടുണ്ട്. ഐ എം ടേക്കിംഗ് എവറിത്തിങ് ഇൻ മലയാളം സോ ദാറ്റ് യു ക്യാൻ ബി ക്ലിയർ വിത്ത് ദാറ്റ്. പി ലിമിറ്റഡ് ഹാസ് സോൾഡ് ഗുഡ്സ് ടു എസ് ലിമിറ്റഡ്. അപ്പോൾ ഗുഡ്സ് വിറ്റപ്പോൾ എങ്ങനെ വിറ്റിട്ടുണ്ടാവും, കോസ്റ്റ് പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആയിട്ടാണ് വിറ്റിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വിറ്റ ഐറ്റംസ് ഇവിടെ ഞാൻ എക്സാമ്പിൾ കൊടുത്തു. 100 + 10 110 വിറ്റിട്ടുള്ളത്. അപ്പോൾ എസ് ലിമിറ്റഡിൽ ആ ഗുഡ്സ് അവിടെ എത്തി, എസ് ലിമിറ്റഡ് അതിന് വേണ്ട വിധം കൈകാര്യം ചെയ്തിട്ട് അത് വിറ്റിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വിൽക്കാതെ കിടക്കുന്ന പി ലിമിറ്റഡ് എസ് ലിമിറ്റഡിന് വിൽക്കാതെ കിടക്കുന്ന അൺസോൾഡ് ഐറ്റത്തിൽ എന്തിൻ്റെ പെർസെൻറ്റേജ് ഉണ്ടാവും, പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ഉണ്ടാവും. അത് ഏറ്റെടുക്കുമ്പോൾ അക്വയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൽ നിന്ന് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്നാണ് പറയുക. റിയലൈസ് ചെയ്തിട്ടില്ല, വിറ്റിട്ടുണ്ടെങ്കിൽ ഇതേ പ്രോഫിറ്റിൽ അവർ വിൽക്കുമല്ലോ. എസ് ലിമിറ്റഡും വിൽക്കുമ്പോൾ സെല് ചെയ്യുമ്പോൾ എങ്ങനെ തന്നെയാണ് കിട്ടുക, അവർക്ക് ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റും അതിൻ്റെ കൂടെ അവർക്ക് ഉണ്ടായിട്ടുള്ള കോസ്റ്റും അതിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടി ചേർത്തിട്ടാണല്ലോ അവർ വിൽക്കുക. അപ്പോൾ പ്രശ്നമില്ല. പക്ഷേ വിൽക്കാതെ കിടക്കുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൽ മുന്നേ വിറ്റ പ്രോഫിറ്റിൻ്റെ അംശം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനെയാണ് പറയുന്നത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. ആ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തിയിട്ട് എസ് ലിമിറ്റഡിൻ്റെ സ്റ്റോക്കിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഡിഡക്റ്റ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഫ്രം ഡിഡക്റ്റ്. അങ്ങനെ എഴുതാൻ ഞാൻ എന്ത് ചെയ്യണം, ഡിഡക്റ്റ് അൺറിയലൈസ്ഡ് profit from S Limited's stock, okay, and the same amount of profit to be deducted from ഇവർക്ക് പ്രോഫിറ്റിൽ ഈ എലിമെന്റ് അവരുടെ പി ലിമിറ്റഡിന്റെ പ്രോഫിറ്റിൽ ഉണ്ടാവുമല്ലോ, അതും ഡിഡക്ട് ചെയ്യാം. സോ ആൻഡ് ദ സെയിം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം
P Limited's P&L account. Okay. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ള കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഐ ഹോപ്പ് ഓൾ ദീസ് ആർ ക്ലിയർ. ഫസ്റ്റ് തിങ് ഈസ് ഓൾ ദ ഐറ്റംസ് ഇൻ ദ ഫിനാൻഷ്യൽ എലിമെൻറ്റ്സ് ലൈക്ക് അസെറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി, ഇൻകം ആൻഡ് എക്സ്പെൻസസ് ആർ ടു ബി written combinedly while preparing consolidated financial statement. Okay, then we have to follow some kind of adjustment. What are those adjustments? First thing, that parents portion of investment in S Limited and the same portion of share capital in the S Limited should be eliminated. That is the first thing you have to do. Investment illathe S Limited portion ഒഴിവാക്കുക, ഷെയർ ക്യാപിറ്റലിലെ പോർഷൻ എസ് ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റലിൽ പാരൻറ്റിൻ്റെ പോർഷനും ഒഴിവാക്കാം. അതാണ് ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു. ദ സെക്കൻഡ് തിങ് ഈസ് NCI. നമ്മൾ നേരത്തെ പഠിച്ച പോലെ NCIൻ്റെ കാൽക്കുലേഷൻ നടത്താം. ടോട്ടൽ NCI കാണാം. ആ NCIനെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എഴുതണം. ഓക്കെ. മൂന്നാമത്തെ, ഗുഡ് വിൽ കാണണം. ഗുഡ് വിൽ കാണുമ്പോൾ നമ്മൾ കൺസിഡറേഷൻ ലെസ് നെറ്റ് അസെറ്റ്സ് ആണ് 100% ഹോൾഡിങ്ങിൽ നമ്മൾ കാണാം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? പാർഷ്യൽ ഹോൾഡിംഗ് ആണെങ്കിൽ നമ്മൾ കൺസിഡറേഷൻ പ്ലസ് NCI മൈനസ് നെറ്റ് അസെറ്റ് എക്വയർഡ് നമ്മൾ കാണും. ഇനി പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡറേഷൻ മൈനസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസിൻ്റെ കൂടെ എന്തും കൂടി കുറയ്ക്കും? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അക്വിസിഷൻ്റെ ഡേറ്റിൻ്റെ അന്നത്തെ പ്രോഫിറ്റ് മാത്രം കുറയ്ക്കും, മറ്റത് കുറയ്ക്കൂല. അക്വിസിഷൻ്റെ ഡേറ്റിൻ്റെ അന്നത്തെ പ്രോഫിറ്റ് മാത്രം കുറയ്ക്കും. മറ്റത് കുറയ്ക്കാത്തതിന് കാരണം എന്താ? പോസ്റ്റ് അക്വിസിഷന് ശേഷമുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് പാരന്റ് കമ്പനിക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് അത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ മൂന്നാമത്തെ കാര്യം പിന്നെ പറഞ്ഞത് എന്താണ്? ഇന്റർഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ് നടക്കും. P ലിമിറ്റഡും S ലിമിറ്റഡും തമ്മിൽ ഗുഡ്സ് വിറ്റ് കളിച്ചിട്ടുണ്ടാവും. ഓക്കെ. ആ കേസിൽ എന്താ ചെയ്യേണ്ടത്? ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും തുല്യ എമൗണ്ടുള്ള P ലിമിറ്റഡ് S ലിമിറ്റഡിന് ഗുഡ്സ് വിറ്റാലും S ലിമിറ്റഡ് P ലിമിറ്റഡിന് ഗുഡ്സ് വിറ്റാലും അതിൽ വരുന്ന അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡെറ്റേഴ്സിൻ്റെയും ക്രെഡിറ്റേഴ്സിൻ്റെയും ഇഫക്റ്റ് ഇല്ലാതാക്കണം. അതേപോലെ ഇങ്ങനെ വിൽക്കുമ്പോൾ ഇവർ വിൽക്കുന്നത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജിലായിരിക്കും വിൽക്കുന്നത്. ഇത് തിരിച്ചാണെങ്കിലും അങ്ങോട്ടാണെങ്കിലും ഒക്കെ ഒരേപോലെ. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവർ അൺസോൾഡ് ഐറ്റമായിട്ട് കിടക്കുന്നുണ്ട് എന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്സ് വിറ്റിട്ടില്ലല്ലോ, വിറ്റാലല്ലേ റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ പ്രോഫിറ്റ്. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്, അതായത് ഈ പറഞ്ഞ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിനെയാണ് അത് വിൽക്കാത്തതുകൊണ്ട് റിയലൈസ് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? എസ് ലിമിറ്റഡിൻ്റെ സ്റ്റോക്കിൽ നിന്നും ഡിഡക്ട് ചെയ്യണം. തുല്യമായ എമൗണ്ട് P ലിമിറ്റഡിൻ്റെ P&L അക്കൗണ്ടിൽ നിന്നും ഡിഡക്ട് ചെയ്യണം. സോ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ, നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ PGയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ കുറേ അധികം വേറെ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ തൽക്കാലം നിങ്ങൾക്കായതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമ്മൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. താങ്ക് യു സോ മച്ച്.